ആലപ്പുഴ ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഒടുവിൽ കേട്ട പേരാണ് ജൂലി. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ പെൺസുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ കുറച്ചുനാൾ മകനൊപ്പം താമസിച്ചതാണ് ഈ യുവതി. റോസമ്മയുടെ അടുത്ത ബന്ധുവെന്നാണ് നാട്ടുകാരോടെല്ലാം പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജൂലിയെക്കുറിച്ച് ഒരു വിവരവുമില്ല. ജൂലിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? അവരിപ്പോൾ ജീവനോടെ ഉണ്ടോ? റോസമ്മയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള നൌഷാദിൻ്റെ വെളിപ്പെടുത്തൽ കൂടുതൽ തിരോധാന കേസുകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. റോസമ്മയെ സംശയനിഴലിൽ നിർത്തുന്നതാണ് നൌഷാദിൻ്റെ തുറന്നുപറച്ചിൽ. ആയിഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും ആയിഷയ്ക്ക് സ്ഥലം വാങ്ങി നൽകിയതും വിറ്റതും റോസമ്മ ഇടപെട്ടെന്നും നൌഷാദ് ന്യൂസ് 18നോട് പറഞ്ഞു. പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. അതിനിടയിൽ ചില നിർണായക വിവരങ്ങൾ കൂടി ന്യൂസ് 18 പങ്കുവെക്കുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് ശാസ്താംകവല സ്വദേശിയായ നൌഷാദാണ്. നൌഷാദിന് സെബാസ്റ്റ്യൻ ഒപ്പം തന്നെ റോസമ്മ ഇവരെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ്. റോസമ്മ പറയുന്ന ഒരു 100-90% കാര്യങ്ങളും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് റോസമ്മ പറയാറുള്ളത്. റോസമ്മ ആദ്യമേ സെബാസ്റ്റ്യനെ അറിയില്ല എന്ന് പറഞ്ഞു, അത് വരാറില്ല എന്ന് പറഞ്ഞു. ആയിഷയാണ് ഈ സെബാസ്റ്റ്യനെ റോസമ്മക്ക് പരിചയപ്പെടുത്തി കൊടുത്തെന്ന് പറഞ്ഞു. ഈ ആയിഷാനെ കാണാതായതിനു ശേഷം റോസമ്മ ആദ്യം പറയുന്നത് പോലെ ആദ്യത്തെ 2-3 ദിവസമൊന്നും അന്വേഷണമൊന്നും ഇല്ലായിരുന്നു. ആങ്ങളയുടെ വീട്ടിലാണ് ആയിഷ താമസിച്ചുകൊണ്ടിരുന്നത് കുറച്ചു കാലം. ആ ഇടക്കാലം കൊണ്ട് അവരുടെ ഫാമിലിയിൽ ചെറിയ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഇവർ റോസമ്മ വന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് ഇവർ അധികം ഗവനിക്കാതിരുന്നത്. നമ്മുടെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ആങ്ങളയുടെ വീട്ടുകാരാണ് ആദ്യം മകനെ വിവരം അറിയിക്കുന്നത്. അതിനുശേഷമാണ് റോസമ്മ അറിയിക്കുന്നതും മകനാണ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് ആയിഷാനെ കാണുന്നില്ല എന്നും പറഞ്ഞു പോകുന്നത്. സെബാസ്റ്റ്യൻ കൃത്യമായിട്ട് അവിടെ സെബാസ്റ്റ്യൻ വരുമായിരുന്നു. സെബാസ്റ്റ്യനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതും റോസമ്മേനെ പോലെ തന്നെ ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാവുന്ന ജൂലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ വീട്ടിൽ. എൻ്റെ ഓർമ്മ ശരിയാണ് 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പോളി ഫാമിലി സ്കൂളിൽ പഠിക്കുന്ന ഒരു മകനും ഉണ്ടായിരുന്നു അവിടെ. ആയിഷയുടെ തിരോധാന സമയത്ത് മുതൽ ജൂലി അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഒരു 2 വർഷങ്ങൾക്ക് ഇപ്പുറമായിട്ട് ജൂലി എന്ന ഒരു പെണ്ണിനെ കുറിച്ച് വേറെ അവിടെ ആർക്കും ഒന്നും അറിയത്തില്ല. അവർ യഥാർത്ഥത്തിൽ ആ ദുരൂഹതയും കൂടി മാറേണ്ടതാണ്. റോസമ്മ പോലും ഒരു ചാനലിലോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോടോ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു ആൾ താമസിച്ചിട്ടുണ്ടായിട്ട് പറയുന്നില്ല. അവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നതാണ്. ആ സമയങ്ങളിൽ ഇടയ്ക്ക് അവിടെ വന്ന് താമസിക്കുന്ന ഒരാൾ ജൂലിയുടെ ഹസ്ബൻഡാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ നമ്മളാരും ഇവരെ നേരിട്ട് ഇന്നേവരെ കണ്ടിട്ടില്ല. ജൂലിയെ നമ്മൾക്കറിയാവുന്നതാണ്. വളരെ നിർണായകമായ വിവരങ്ങളാണ് നൌഷാദ് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ നമ്മൾ ആരും കേൾക്കാത്തൊരു കഥാപാത്രം അതിനകത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അത് ജൂലി എന്ന സ്ത്രീയാണ്. ഇവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ തികച്ചും അസ്വാഭാവികത ജൂലിയുടെ മകനുമായി ബന്ധപ്പെട്ട് റോസമ്മയുമായി ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നു എന്നുള്ളതാണ്. ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത് സംബന്ധിച്ച ദുരൂഹതകളും പോലീസ് അന്വേഷിക്കണമെന്നാണ് ഇദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇടനിലത്ത് ആയിഷയെ സഹായിക്കുന്ന, ആയിഷയോട് വളരെയധികം സ്നേഹം പുലർത്തിയിരുന്ന ഒരാളെന്ന് പറയുന്ന റോസമ്മ അല്ല ഈ നൌഷാദിന്റെ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ ന്യൂസ് 18 സൂചിപ്പിച്ചതുപോലെ തന്നെ റോസമ്മയുടെ വരികൾക്കിടയിൽ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞുകിടക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോതമംഗലത്തെ TTC വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഏറെ നിർണായകം പ്രതി റമീസിൻ്റെ ഫോണിലെ ദൃശ്യങ്ങളും വാട്സാപ്പ് ചാറ്റുകളുമാണ്. യുവതി ചൂഷണത്തിന് ഇരയായെന്നും മതപരിവർത്തനത്തിന് ശ്രമമുണ്ടായെന്നും ഇതിൽ വ്യക്തമാണ്. ഇതോടെ കേസിൽ കൂടുതൽ പേരുടെ പങ്ക് പോലീസ് പരിശോധിക്കുന്നുണ്ട്. യുവാവിൻ്റെ മാതാപിതാക്കളെയും സുഹൃത്തിനെയും പ്രതി ചേർക്കാൻ നീക്കം തുടങ്ങി. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇവരെക്കുറിച്ചും വ്യക്തമായ പരാമർശങ്ങളുണ്ട്. അതേസമയം അറസ്റ്റിനായ റമീസിനായുള്ള പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ
NIA അന്വേഷണം വേണമെന്ന ആവശ്യവുമായി സഭാ നേതൃത്വവും രംഗത്തെത്തി. മകൾ ആത്മഹത്യ ചെയ്തത് മതപരിവർത്തന ശ്രമം മൂലമാണെന്നും പോലീസ് കേസെടുത്തിരിക്കുന്നത് ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തിയാണെന്നും കുടുംബം ആരോപിക്കുന്നു. NIA അന്വേഷണം ആവശ്യപ്പെട്ട പെൺകുട്ടിയുടെ മാതാവ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചിട്ടുണ്ട്. മകളുടെ മരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് മാതാവ് ആവശ്യപ്പെടുന്നത്. മതപരിവർത്തനമാണ് പ്രതിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ വിദേശത്തു നിന്ന് അടക്കമുള്ളവർ ഇടപെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം പര്യാപ്തമല്ല. അതുകൊണ്ടാണ് NIA അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും കത്തിൽ പറയുന്നു. കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചു. DGPയെ കണ്ട കേസിനെ കുറിച്ച് സംസാരിക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകിയതായി പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. നിർബന്ധിത മതപരിവർത്തനം പോലെ പല വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടില്ലെന്ന് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയിൽ പറഞ്ഞു. ഇങ്ങനെയുള്ള നിർബന്ധിത മതപരിവർത്തനം പോലെയുള്ള അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക, ഒരുപക്ഷെ IPC 366 ഒക്കെ ചുമത്തേണ്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പ് ഇതുവരെ സർക്കാർ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട്. അത് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന സർക്കാരും തയ്യാറാണ്. അതേസമയം NIA അന്വേഷണത്തിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് പരിമിതികളുണ്ടെന്നും സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കി. ഇത് തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിയമം കൊണ്ടുവരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി വിവാഹത്തിന് മുമ്പ് ഇതുപോലെയുള്ള മർദ്ദനം, മാനസികമായിട്ടുള്ള പീഡനം, ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനം തടയാൻ വേണ്ടി നിയമം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. റമീസിന്റെ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. 5 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനുള്ളിൽ ഫോൺ പരിശോധനകൾ അടക്കം പൂർത്തിയാക്കി കുടുംബത്തെയും ചോദ്യം ചെയ്യാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. പെൺകുട്ടി റമീസിന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഇയാളുടെ സുഹൃത്തിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ദാമ്പത്യ പ്രശ്നത്തെ തുടർന്ന് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ കുടുംബ പ്രശ്നങ്ങളിൽ സ്ത്രീകൾ മാത്രമാണോ ഇരകളാകപ്പെടുന്നത്? ഭാര്യമാരുടെ മാനസിക പീഡനം കാരണം ദുരിതമനുഭവിക്കുന്ന ഒട്ടേറെ പുരുഷന്മാരുണ്ട് നമ്മുടെ പല വീടുകളിലും. കേരളത്തിൽ ഇപ്പോൾ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്ന പല കേസുകൾ പരിശോധിച്ചാലും അതിൻ്റെ കാരണം ദാമ്പത്യ തർക്കമാണ്. കോട്ടയം മണർകാട് ഭാര്യയുമായി പിണങ്ങിയ ഭർത്താവ് ജീവനൊടുക്കിയതാണ് ഒടുവിലത്തെ കേസ്. ശരീരത്തിൽ സ്ഫോടക വസ്തു കെട്ടിവെച്ച ശേഷം തീ കൊളുത്തിയാണ് മണർകാട് സ്വദേശി റെജിമോൻ ആത്മഹത്യ ചെയ്തത്. ശബ്ദം കേട്ട് ബന്ധുക്കൾ ഓടിയെത്തിയപ്പോൾ ചിന്നിച്ചിതറിയ നിലയിലാണ് മൃതദേഹം കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. വീട്ടിലെത്തിയ ഉടൻ തന്നെ റെജിമോനും ഭാര്യയുമായി തർക്കമുണ്ടായി. തൊട്ടുപിന്നാലെ വീടിന്റെ പുറത്തേക്ക് പോയി ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക വിവരം. റെജിമോൻ വീടിന് പിന്നിലേക്ക് പോയതിന് പിന്നാലെ വലിയ സ്ഫോടന ശബ്ദം ഉണ്ടാവുകയായിരുന്നു. ശബ്ദം കേട്ട് ബന്ധുക്കൾ നോക്കിയപ്പോൾ ഗുരുതരമായ പരിക്കേറ്റ നിലയിലായിരുന്നു റെജിമോനെ കണ്ടത്. വയറിന്റെ ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ശരീരത്തിൽ സ്ഫോടക വസ്തു കെട്ടിവെച്ച ശേഷം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം. കിണർ നിർമ്മാണ തൊഴിലാളിയായ റെജിമോൻ ഇതിനാവശ്യമായ സ്ഫോടക വസ്തുക്കളും വീട്ടിൽ കരുതിയിരുന്നു. ഇതുപയോഗിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി അന്തിമ നിഗമനത്തിലെത്താനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കോട്ടയം. കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ പ്രവാസികളായ യുവാക്കളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ തുടർക്കഥയാണ്. സാമ്പത്തിക തർക്കവും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ തട്ടിക്കൊണ്ടുപോകലിലും മർദ്ദനത്തിലും കലാശിക്കുന്നുണ്ട്. മലപ്പുറം പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ എന്താണ് കാരണം? പാണ്ടിക്കാട് സ്വദേശി ഷമീറിനെ ചൊവ്വാഴ്ച രാത്രി
8 മണിയോടെയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് 1.5 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഒരജ്ഞാത ഫോൺ കോളും എത്തി. ദുബായിലെ സാമ്പത്തിക ഇടപാടാണ് സംഭവത്തിന് കാരണമെന്നാണ് സൂചന. CCTV ക്യാമറകളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കുടുംബമായി ദുബായിൽ താമസിക്കുന്ന ഷമീർ ഈ മാസം 4-നാണ് നാട്ടിൽ വന്നത്. 10 ദിവസത്തിനകം തിരിച്ചു പോകാനിരിക്കെയാണ് തട്ടിക്കൊണ്ടുപോകൽ. വീടിന് തൊട്ടടുത്ത് ഇന്നോവ കാറിൽ കാത്തിരുന്ന സംഘം ബൈക്കിൽ വരികയായിരുന്ന ഷമീറിനെ ബലമായി വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോകലിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ദുബായിൽ ഫാർമസി ബിസിനസ് നടത്തുന്ന ആളാണ് ഷമീർ. രാവിലെ 10 മണിയോടെ UAE-യിലെ ഷമീറിന്റെ ബിസിനസ് പങ്കാളിക്ക് ഷമീറിന്റെ ഫോണിൽ നിന്ന് മറ്റൊരാൾ വാട്സ്ആപ്പ് കോൾ ചെയ്തു. 1,60 ലക്ഷം രൂപയ്ക്ക് സമാനമായ ചെക്കുകൾ തയ്യാറാക്കി വെക്കണമെന്നായിരുന്നു ആവശ്യം. കൂടാതെ ഭാര്യയെ വിളിച്ച് കേസുമായി മുന്നോട്ട് പോകരുതെന്നും ആവശ്യപ്പെട്ടു. അവരിപ്പോ സാമ്പത്തികപരമായിട്ട് 1 കോടിയിലധികം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ സന്ദേശമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ രീതിയിൽ നമ്മൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അതിന്റെ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പണം തട്ടുന്ന ഒരു സംഘമാണെന്ന് നമ്മൾ ഇതിന് കരുതുന്നത്. ഇതിന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പരമാവധി നമ്മൾ സഹായം ഉണ്ടായിട്ടുണ്ട്. വീണ്ടും പോലീസിന്റെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഗൾഫിലെ സാമ്പത്തിക ഇടപാടുകളാണോ സംഭവത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ DYSPക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. CCTV ക്യാമറകളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം കഠിനംകുളത്തും സിനിമാ സ്റ്റൈൽ തട്ടിക്കൊണ്ടുപോകൽ. വെഞ്ഞാറുമൂട് സ്വദേശി റാഷിദും യുവതിയും സഞ്ചരിച്ച കാറിൽ മറ്റൊരു വാഹനം ഇടിപ്പിച്ച ശേഷം യുവാവിനെ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന യുവതി വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് വ്യാപക തിരച്ചിൽ നടത്തിയതാണ്. എന്നാൽ ആദ്യ ദിനം യാതൊരു സൂചനയും ലഭിച്ചില്ല. എന്നാൽ പിറ്റേന്ന് റാഷിദുമായി കാറിലെത്തിയ സംഘം പോലീസിൻ്റെ വലയിൽ കുടുങ്ങി. കേസിൽ 3 പേർ കഠിനംകുളം പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. നെയ്യാറ്റിൻകര സ്വദേശി കാർത്തിക്, കരുനാഗപ്പള്ളി സ്വദേശികളായ സബീർ, റമീസ് എന്നിവരാണ് അറസ്റ്റിലായത്. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് തട്ടിക്കൊണ്ടുപോയെന്നാണ് പ്രതികളുടെ മൊഴി. വെഞ്ഞാറമൂട് സ്വദേശി റാഷിദും സുഹൃത്തായ യുവതിയും കാറിൽ സഞ്ചരിക്കവേ പിന്നാലെ കാറിലെത്തിയ 3-അംഗ സംഘം കഠിനംകുളം മരിനാട് വെച്ച് കാറിടിപ്പിക്കുകയായിരുന്നു. തുടർന്ന് യുവാവിനെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി. റാഷിദിനൊപ്പമുണ്ടായിരുന്ന ഇടുക്കി സ്വദേശിയായ യുവതിയാണ് കഠിനംകുളം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. സ്ഥലപരിചയമില്ലാതിരുന്ന യുവതി ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തതയില്ലായിരുന്നു. കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ പോലീസ് കാറും മൊബൈൽ നമ്പറും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ആദ്യ ദിവസം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടെ വാഹനങ്ങൾ മാറ്റിയ സംഘം യുവാവിനെ മർദ്ദിക്കുകയും ചെയ്തു. ഇവർ തിരികെ വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് വരുന്നതായി വിവരം ലഭിച്ച പോലീസ് കിളിമാനൂരിൽ വെച്ച് പിന്തുടർന്ന് കാർ തടഞ്ഞെങ്കിലും മുഖ്യപ്രതിയായ കാർത്തിക് കാറിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു. റാഷിദിനെയും കാറിലുണ്ടായിരുന്ന മറ്റുള്ളവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. രക്ഷപ്പെട്ട കാർത്തിക്കിനെ പിന്നീട് കഴക്കൂട്ടത്തു നിന്നാണ് പിടികൂടിയത്. കാർത്തിക് കഴിഞ്ഞ മെയിൽ കഴക്കൂട്ടത്ത് ഹണി ട്രാപ്പിലൂടെ യുവാവിനെ വിളിച്ചു വരുത്തി ആഡംബര കാറും സ്വർണവും തട്ടിയെടുത്ത കേസിലടക്കം പ്രതിയാണ്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പുതിയ സംഭവം. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച 3 കാറുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ച് അന്വേഷണം നടന്നുവരുന്നതായി കഠിനംകുളം പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കഠിനംകുളം. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരായ സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക്. നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളാണെങ്കിൽ പോലും ലഹരിക്കടിമകളായ യുവാക്കളെ വീട്ടിൽ നിന്ന് പരമാവധി അകറ്റി നിർത്താൻ ശ്രമിക്കണം. കാരണം ലഹരി തലയ്ക്ക് പിടിച്ചാൽ അവർക്ക് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയില്ല. തിരുവനന്തപുരം വെമ്പായത്ത് വയോധികയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത് സഹോദരി പുത്രനായ യുവാവാണ്. 72-കാരിയായ വൃദ്ധയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 27-കാരനായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ചൊവ്വാഴ്ച രാത്രി 7:30 സംഭവം. കന്യാകുളങ്ങരയിലെ പരാതിക്കാരിയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് പ്രതി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. സംഭവ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. നിലവിളി കേട്ട അയൽക്കാരാണ് വീട്ടിലേക്ക് ആദ്യം ഓടിയെത്തിയത്. ഈ സമയം പ്രതിയായ യുവാവ് വീടിന്റെ പിന്നിലെ മതിൽ ചാടിപ്പോകുന്നത് അയൽക്കാർ കണ്ടു. ഇവർ വിവരമറിയിച്ചതനുസരിച്ച് സമീപത്ത് താമസിച്ചിരുന്ന ബന്ധുക്കൾ വീട്ടിലെത്തി. വീടിനകത്ത് കയറി നോക്കിയപ്പോഴാണ് അടുക്കളയ്ക്കുള്ളിൽ നിലത്ത് കിടക്കുന്ന നിലയിൽ വൃദ്ധയെ കണ്ടത്. തുടർന്ന് ഇവരെ കന്യാകുളങ്ങര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വയോധികയുടെ മുഖത്തും ശരീരഭാഗങ്ങളിലും ഗുരുതരമായ പരിക്കുകളുണ്ട്. ലൈംഗിക അതിക്രമ ശ്രമം മനസ്സിലാക്കിയ ഡോക്ടർ ഇവരെ SIT ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതിയെ മറ്റൊരു ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. News 18 ആറ്റിങ്ങൽ. കൊച്ചുകുട്ടികളുള്ള മാതാപിതാക്കൾ ഇപ്പോൾ ആശങ്കയോടെയാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത്. മക്കളെ തനിച്ച് പുറത്തുവിടാൻ പോലും പേടിക്കണം. കുട്ടികളെ ലൈംഗിക താല്പര്യത്തോടെ നോക്കുന്ന, അവരെ ചൂഷണം ചെയ്യുന്ന മനുഷ്യ മൃഗങ്ങളുണ്ട് ഇവിടെ. മലപ്പുറം കൊണ്ടോട്ടിയിൽ 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത് 71കാരനാണ്. വീടിന് സമീപത്തുള്ള പെട്ടിക്കടയിൽ മിഠായി വാങ്ങാൻ എത്തിയപ്പോഴായിരുന്നു പെൺകുട്ടിക്ക് നേരെയുള്ള അതിക്രമം. കേസിൽ കൊണ്ടോട്ടി സ്വദേശി കമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും കേസ് ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്ത പ്രതിയുടെ പെട്ടിക്കട നാട്ടുകാർ അടിച്ചു തകർത്തു. കഴിഞ്ഞ മാസം 30-31 തീയതികളിലായിരുന്നു സംഭവം നടന്നത്. പെട്ടിക്കടക്കാരനായ കമ്മദ് കടയിലെത്തിയ 9 വയസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. പിന്നീട് വേദനയും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ട പെൺകുട്ടിയെ ചെറുവണ്ണൂരിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാരുടെ പരിശോധനയിൽ കുട്ടിയെല്ലാം തുറന്നു പറയുകയായിരുന്നു. കടുത്ത ലൈംഗിക അതിക്രമമാണ് പെൺകുട്ടി നേരിട്ടത്. പുറത്തറിയിച്ചാൽ കുത്തിക്കൊല്ലുമെന്നും കുട്ടിയെ പ്രതി ഭീഷണിപ്പെടുത്തി. സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തുടങ്ങിയ പെൺകുട്ടിയുടെ കുടുംബത്തെ ചെറുകാവ് പഞ്ചായത്ത് മെമ്പറും കൂടെയുള്ളവരും ചേർന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതായും കേസ് ഒതുക്കി തീർക്കാൻ പണം വാഗ്ദാനം ചെയ്തതായും ആരോപണമുണ്ട്. കേസെടുക്കുന്നതിൽ കൊണ്ടോട്ടി പോലീസ് കാലതാമസം വരുത്തിയെന്ന പരാതിയും കുടുംബത്തിനുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസ് ഇടപെട്ടതിന് ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായതെന്നും കുടുംബം പറയുന്നു. ഒളിവിൽ പോയ പ്രതിയെ ചൊവ്വാഴ്ച രാത്രിയാണ് പോലീസ് പിടികൂടിയത്. പ്രതിക്കെതിരെ പോക്സോയുടെ 10ലധികം വകുപ്പുകളും ഭാരതീയ ന്യായസംഹിത പ്രകാരമുള്ള മറ്റു വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. മദ്യപാനവും സംശയവും കാരണം ഭാര്യ ഉപേക്ഷിച്ചു പോയി. പിന്നീട് കാമുകിയും. ഇതിൻ്റെ വിരോധത്തിൽ സുഹൃത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയ യുവാവ്. ഈ വിചിത്രമായ കഥ കേട്ടത് പത്തനംതിട്ട കലഞ്ഞൂരിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം മദ്യപാനത്തിനിടെ സുഹൃത്തിനെ യുവാവ് കൊലപ്പെടുത്തിയതിൻ്റെ കാരണം തേടിയപ്പോഴാണ് ഈ കഥ പോലീസ് അറിഞ്ഞത്. കൂടൽ പുന്നമൂട് സ്വദേശി രാജനെ കുത്തിക്കൊലപ്പെടുത്തിയത് പങ്കാളിയിലുള്ള സംശയം കാരണമെന്ന് പ്രതി അനി മൊഴി നൽകി. പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കൂടൽ പയറ്റുവിള സ്വദേശി രാജനെ സുഹൃത്തും അയൽവാസിയുമായ അനി എന്ന അനിൽ കുത്തിക്കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിൻ്റെ കാരണം പോലീസ് പറയുന്നിങ്ങനെ. പ്രതിയായ അനി ഭാര്യയുമായി പിണങ്ങി ഒറ്റയ്ക്കായിരുന്നു താമസം. കുറച്ചുനാൾ മുമ്പ് ഇയാൾ മറ്റൊരു സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഇവരും അയൽവാസിയായ രാജനും തമ്മിൽ ബന്ധമുണ്ടെന്ന് സംശയിച്ച് അനി വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. സംശയവും മർദ്ദനവും പതിവായതോടെ യുവതി അനിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. ഇതോടെ അനിക്ക് രാജനോടുള്ള വിരോധവും വർദ്ധിച്ചു. സ്ഥിരം മദ്യപാനിയായ രാജൻ അച്ഛൻ്റെ സഹോദരി അമ്മണിയുടെ വീട്ടിലായിരുന്നു താമസം. ഇതിലും അനിക്ക് വിരോധമുണ്ടായിരുന്നു. ഇക്കാരണങ്ങളാണ് രാജനെ മനഃപൂർവ്വം വീട്ടിൽ വിളിച്ചു വരുത്തി കുത്തിയും മർദ്ദിച്ചും കൊലപ്പെടുത്തിയത്. ആക്രമണത്തെ തുടർന്ന് അവശനായ രാജൻ അനിലിൻ്റെ വീട്ടിൽ നിന്നും
താമസിക്കുന്ന വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും രക്തം വാർന്ന് മരിക്കുകയായിരുന്നു. രാജന്റെ അച്ഛന്റെ സഹോദരി രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് രാജൻ മരിച്ച വിവരം പുറത്തറിയുന്നത്. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട. ആലപ്പുഴ ഭരണിക്കാവ് സ്വദേശി ജിതിൻ കൃഷ്ണ പണമുണ്ടാക്കാൻ കണ്ടെത്തിയ വഴിയാണിത്. എന്നാൽ എക്സൈസിൻ്റെ പിടി വീണപ്പോൾ ജോലിയും പോയി, അഴിക്കുള്ളിലുമായി. 1 മാസത്തോളം നടത്തിയ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ജിതിനെ എക്സൈസ് പിടികൂടിയത്. KSRTC കണ്ടക്ടറായ ജിതിൻ ബൈക്കിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി എത്തുമ്പോഴാണ് എക്സൈസിൻ്റെ മുന്നിൽപ്പെട്ടത്. ഇയാളിൽ നിന്ന് 1.25 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. മാവേലിക്കര ഭരണിക്കാവ് ഉത്രട്ടാതി വീട്ടിൽ സന്ദീപ് എന്ന് വിളിക്കുന്ന ജിതിൻ കൃഷ്ണയാണ് പിടിയിലായത്. രാത്രി 12:30 മാവേലിക്കര 3-ാം കുറ്റിക്ക് വടക്കുവശമുള്ള ആലിൻചൂട് ജംഗ്ഷനിൽ വെച്ച് എക്സൈസ് ഇയാളുടെ വാഹനം പരിശോധിക്കുകയായിരുന്നു. KSRTC ഹരിപ്പാട് ഡിപ്പോയിലെ കണ്ടക്ടറാണ് ജിതിൻ. 2010 മുതൽ KSRTC കണ്ടക്ടറായി ജോലി ചെയ്തു വരികയാണ്. ജിതിൻ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 1 മാസത്തോളം നടത്തിയ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് എക്സൈസിന്റെ പിടിയിലാകുന്നത്. ആലപ്പുഴ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ A. സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലാണ് വാഹന പരിശോധന നടത്തിയത്. പ്രിവന്റീവ് ഓഫീസർമാരായ CP സാബു, റെനിയം, അഭിലാഷ്, അനിലാൽ P, JS T, രാജീവ് KR, സിവിൽ എക്സൈസ് ഓഫീസർ സാജൻ ജോസഫ്, സുലേഖ, ഭാഗ്യനാഥ് എന്നിവരും എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രതിയെ മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആലപ്പുഴ. കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിനായി കോളേജുകളിൽ ചേർക്കുമ്പോൾ ക്യാമ്പസിനോട് ചേർന്നുള്ള ഹോസ്റ്റലിലായിരിക്കും അവർക്ക് താമസ സൗകര്യമൊരുക്കുക. എന്നാൽ പല വിദ്യാർത്ഥികളും ആദ്യ വർഷം കഴിയുമ്പോൾ മാതാപിതാക്കൾ അറിയാതെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു ചാടും. പിന്നെ കൂട്ടുകാരുമൊത്ത് വാടക വീട്ടിലോ ഫ്ലാറ്റിലോ നിന്നാകും പഠിക്കുക. അവിടെ ആവശ്യത്തിന് സ്വാതന്ത്ര്യമുണ്ടാകും. പ്രത്യേകിച്ച് നിയന്ത്രണമോ നിയന്ത്രിക്കാൻ ആളോ ഇല്ല. പതിയെ മദ്യപാനവും ലഹരി ഉപയോഗവും തുടങ്ങും. കളമശ്ശേരി കുസാറ്റിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ അതുലും ആൽബിനും ഇങ്ങനെയാണ് ലഹരിയുടെ കെണിയിൽ വീണത്. ഒടുവിൽ ഇവരിൽ നിന്ന് പോലീസ് MDMA കണ്ടെടുക്കുന്നു. 2 വിദ്യാർത്ഥികളും ലഹരിയുടെ ഇടപാടുകാരാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാരാരിക്കുളം സ്വദേശി അതുൽ, തൃശൂർ ആളൂർ സ്വദേശി ആൽബിൻ റുബി എന്നിവരിൽ നിന്നാണ് 10 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തത്. കുസാറ്റിലെ 3-ാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ അതുലിനെയും ആൽബിനെയും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമ്പോഴാണ് കളമശ്ശേരി പോലീസിന്റെ വലയിൽ കുടുങ്ങിയത്. അതുലിന്റെ പക്കൽ നിന്ന് 5.55 ഗ്രാം MDMAയും ആൽവിന്റെ പക്കൽ നിന്ന് 4.99 ഗ്രാം MDMAയും കണ്ടെടുത്തു. കുസാറ്റിന് പിറകിലെ ഹിദായത്ത് നഗറിൽ വാടക വീട്ടിൽ നിന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. ഇരുവരും കോളേജിന് പുറത്ത് വാടക മുറിയിൽ താമസിച്ചു വരികയായിരുന്നു. രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ആപ്പ് സംഘമാണ് പുലർച്ചെ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. ഇവരെ കൂടാതെ കുസാറ്റിലെ ഏതാനും വിദ്യാർത്ഥികളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതുലും ആൽബിനും ലഹരി ഇടപാടുകാരാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഉപയോഗിക്കാൻ വേണ്ടിയാണ് MDMA കൈവശം വച്ചതെന്നാണ് ഇരുവരും പോലീസിന് നൽകിയ മൊഴി. വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിച്ചു നൽകിയ സംഘത്തെക്കുറിച്ചും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. അതിനിടെ കാലടിയിൽ MDMA പിടികൂടിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. വല്ലം സ്വദേശികളായ സിയാദ്, സിദ്ദിഖ് എന്നിവരെയാണ് പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും കാലടി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മെയ് 28-ന് കാലടിയിൽ 100 ഗ്രാം MDMAയുമായി മറ്റൂർ പിരാറൂർ സ്വദേശിനി ബിന്ദു, പെരുമ്പാവൂർ ചേലാമറ്റം സ്വദേശി ഷെഫീഖ് എന്നിവരെ പിടികൂടിയത്. ബിന്ദുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സിയാദിനെ കുറിച്ചും സിദ്ദിഖിനെ കുറിച്ചും വിവരം ലഭിച്ചത്. രാസലഹരി വാങ്ങുന്നതിന് 90,000 രൂപ കൊടുത്തു വിട്ടത് സിയാദും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രതികൾക്ക് വാഹനം എത്തിച്ചു കൊടുത്തത് സിദ്ദിഖുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്
രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ യുവാക്കൾ ഇപ്പോൾ കണ്ടെത്തുന്ന വഴികളാണ് കഞ്ചാവ് കച്ചവടവും മോഷണവും. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ വരെ ഇങ്ങനെ കവർച്ചയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. കൊല്ലം ചടയമംഗലത്ത് മൊബൈൽ ഫോൺ ഷോപ്പിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മോഷ്ടിച്ച് കടത്തിയ സംഭവത്തിൽ പിടിയിലായവരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമുണ്ട്. കല്ലമ്പലം സ്വദേശികളായ അല്ലമീൻ, മുഹമ്മദ് ആഷിഖ്, മുഹമ്മദ് ഇർഫാൻ എന്നിവരാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത്. ഇവർ മോഷണം നടത്തുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന പഞ്ചമി എന്ന മൊബൈൽ കടയുടെ പിൻഭാഗം പൊളിച്ച് കടയിൽ സൂക്ഷിച്ചിരുന്ന 50ഓളം മൊബൈൽ ഫോണുകളും 3 ലാപ്ടോപ്പുകളും കേസിലെ ഒന്നാം പ്രതിയായ കിളിമാനൂർ സ്വദേശി ജസീമും അല്ലമീനും ചേർന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് കേസ്. മോഷണത്തിന് ശേഷം മൊബൈൽ ഫോണുകൾ ചെന്നൈയിലെത്തിച്ച് വിൽപ്പന നടത്തുകയും ചെയ്തു. സംഭവത്തിൽ 100ൽ പരം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ചടയമംഗലം പോലീസ് പ്രതികളെ പിടികൂടിയത്. മുഖ്യപ്രതികളെ സഹായിച്ചവരാണ് മറ്റുള്ളവർ. വളരെ ദുഷ്കരമായ ഒരു അന്വേഷണമായിരുന്നു നടത്തിയത്. കാരണം ഇവര് കയറുന്ന സമയത്ത് ഈ പറഞ്ഞ മാസ്കും ഗ്ലൗസും ഇട്ട് ഒരു ഐഡന്റിഫിക്കേഷൻ പോലും അവര് എക്സ്പോസ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട് നമ്മൾ CCTV പലതും നോക്കി. അതുപോലെ ഇവർ വണ്ടിയിലാണ് വന്നത് നമുക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടി നമ്മൾ ട്രേസ് ചെയ്ത് ഈ CCTV ഫുട്ടേജ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്ത് ഏകദേശം ഒരു 100ഓളം CCTV ഫുട്ടേജുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ 2 പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതികളുമായിട്ട് അസോസിയേറ്റ്സ് ഒരു 2 സുഹൃത്തുക്കളുണ്ട്. അവർ നേരിട്ട് ഈ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ഇവർക്ക് സഹായിയായിട്ട് ഇതിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്നു. അറസ്റ്റിലായ 3 പ്രതികളെയും കല്ലമ്പലത്തെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് പിടികൂടിയത്. ഒന്നാം പ്രതിയായ ജസീമിന്റെ ഉടമസ്ഥതയിൽ കല്ലമ്പലത്തുള്ള പഞ്ചർ കടയിൽ നിന്നും ലാപ്ടോപ്പുകളും ബാക്കി മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഒളിവിൽ കഴിയുന്ന ഒന്നാം പ്രതി ജസീമിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കൊട്ടാരക്കര. പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത് തിരുവനന്തപുരം വർക്കലയിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയ കേസാണ്. കഴിഞ്ഞ രാത്രിയിലാണ് വർക്കല ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയിലും കൃഷിഭവനിലും കവർച്ച നടന്നത്. കൃഷിഭവനിൽ നിന്ന് ലാപ്ടോപ്പും പണവും നഷ്ടപ്പെട്ടു. വിലപ്പെട്ട രേഖകളും രജിസ്റ്റർ ബുക്കുകളും നശിപ്പിച്ച നിലയിലാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വർക്കല നഗരമധ്യത്തിൽ ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയിലും കൃഷിഭവനിലുമാണ് മോഷണം നടന്നത്. രാവിലെ 9 മണിയോടെ ഹോമിയോ ആശുപത്രി ജീവനക്കാരി എത്തിയപ്പോൾ ആശുപത്രി കവാടവും പ്രധാന വാതിലുകളും ഓഫീസ് മുറികളും അലമാരകളുമെല്ലാം തുറന്നു കിടക്കുകയായിരുന്നു. മോഷണമാണെന്ന് വ്യക്തമായതോടെ ആശുപത്രി അധികൃതരെ വിവരമറിയിച്ചു. പൂട്ടുകൾ അടിച്ചു തകർത്ത നിലയിലാണ്. ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവന്റെ വാതിലുകളും അടിച്ചു തകർത്ത നിലയിലായിരുന്നു. പോലീസ് ഹോമിയോ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഡോക്ടറുടെ മേശയ്ക്കുള്ളിൽ കവറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായി. പണം മോഷ്ടാക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാകാമെന്നാണ് നിഗമനം. ആശുപത്രിക്ക് മുന്നിൽ നിന്നും ഒരു കത്തിയും പെപ്സിയുടെ ഒഴിഞ്ഞ കുപ്പികളും ജ്യൂസ് കഴിച്ചതിന്റെ കുപ്പിയും കണ്ടെടുത്തു. കൃഷിഭവനിൽ നിന്നും ലാപ്ടോപ്പും പണവും നഷ്ടമായിട്ടുണ്ട്. വിലപ്പെട്ട രേഖകളും രജിസ്റ്റർ ബുക്കുകളും നശിപ്പിച്ച നിലയിലാണ്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 വർക്കല. ധർമ്മസ്ഥലയിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുഴിച്ചിട്ട മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള SITയുടെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. 13ാം പോയിന്റിൽ തുടർച്ചയായ 2ാം ദിവസവും GPR സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പരിശോധന.
ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 1 മുതൽ 13 വരെയുള്ള പോയിന്റുകളിലും സർപ്രൈസ് സ്പോട്ടുകളായ 3 സ്ഥലത്തുമാണ് തിരച്ചിൽ നടന്നത്. ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് SIT വൈകാതെ കോടതിയിൽ സമർപ്പിക്കും. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ SIT അന്വേഷണം അന്തിമഘട്ടത്തിൽ. 13-ാം പോയിന്റിൽ തുടർച്ചയായ 2ാം ദിവസവും GPR ഉപയോഗിച്ചുള്ള പരിശോധന നടന്നു. കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ ഇവിടെ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരുന്നു പരിശോധന. നേത്രാവതി പുഴയോട് ചേർന്നുള്ള സ്നാനഘട്ടയ്ക്ക് സമീപമാണ് ആദ്യഘട്ടത്തിൽ അടയാളപ്പെടുത്തിയ 13-ാം പോയിന്റ്. റഡാറിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് JCB ഉപയോഗിച്ച് കുഴിച്ചു പരിശോധിച്ചുവെങ്കിലും കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഇതോടെ SITയുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയായി. ഇതുവരെ ശേഖരിച്ച തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിക്കാനാണ് SITയുടെ തീരുമാനം. ജൂലൈ 3-നാണ് മുൻ ശുചീകരണ തൊഴിലാളി പോലീസിൽ പരാതി നൽകിയത്. 4-ന് ധർമ്മസ്ഥല പോലീസ് സംഭവത്തിൽ കേസെടുത്തു. ജൂലൈ 19-നാണ് SIT രൂപീകരിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ഉൾപ്പെടെ ബലാത്സംഗത്തിനിരയായ 100ഓളം പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടി എന്നാണ് വെളിപ്പെടുത്തൽ. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 1 മുതൽ 13 വരെയുള്ള ആദ്യഘട്ടത്തിൽ അടയാളപ്പെടുത്തിയ ഇടങ്ങളിലും സർപ്രൈസ് സ്പോട്ടുകളായ 3 സ്ഥലത്തുമാണ് ഇതുവരെ പരിശോധന നടന്നത്. SIT പരിശോധനയിൽ ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. KV ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. ഇടുക്കി രാജാക്കാട് സ്വദേശി രാജേഷ് ഓട്ടോറിക്ഷ ഓടിച്ചാണ് കുടുംബം പോറ്റുന്നത്. എന്നാൽ രാജേഷിനെ ജീവിക്കാൻ ചിലർ സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇയാളുടെ 2 ഓട്ടോറിക്ഷകളാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. ചൊവ്വാഴ്ച രാത്രി ഉണ്ടായ തീപിടുത്തത്തിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി 12-ന് ശേഷമാണ് സംഭവം നടന്നത്. പ്രദേശത്ത് വൈദ്യുതി നിലച്ച സമയത്താണ് സംഭവം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലും ഇതേ വാഹനത്തിന് അജ്ഞാതർ തീയിട്ടിരുന്നു. ആ സംഭവത്തിലും പ്രതികളെ പിടികൂടിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഓട്ടോ കത്തി നശിച്ചപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും മതിയായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് രാജേഷ് പറയുന്നു. ആകെ 8000 രൂപയാണ് ലഭിച്ചത്. ആ സംഭവത്തെ തുടർന്ന് രാജേഷ് ഓട്ടോ രാത്രിയിൽ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് CCTV ക്യാമറ സ്ഥാപിച്ചിരുന്നു. ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്നും വൈദ്യുതിയില്ലാത്തപ്പോൾ ദൃശ്യങ്ങൾ ലഭിക്കില്ല എന്നും അറിയാവുന്ന ആരോ ആണ് കൃത്യം ചെയ്തതെന്നാണ് ആരോപണം. എൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരം ആയതുകൊണ്ട് സമീപസ്ഥ വീട്ടിലാണ് വണ്ടി ഇട്ടേക്കുന്നത്. രാത്രി 1 മണിക്ക് ശേഷം ഈ ചേച്ചി വിളിച്ച് പറയുമ്പോൾ എൻ്റെ വണ്ടി പൂർണ്ണമായും കത്തി നശിച്ച് പോയിട്ടുള്ളതാണ്. കഴിഞ്ഞ ഒരു 9 മാസം മുമ്പ് ഇത് സമാന സംഭവം ഉണ്ടാവുകയും രായക്കട സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേസെടുക്കുകയും അത് തുടർ നടപടികളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെയായിട്ടും അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇത് 2ാമത്തെ തവണയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ വീട്ടിലെ സമീപവാസിയായ ചേച്ചിക്കും 2 കുഞ്ഞുങ്ങൾക്കും വരെ അപകടമാകുന്ന രീതിയിലാണ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. തീ പിടിച്ചതിനെ തുടർന്ന് വൻ ശബ്ദമുണ്ടാവുകയും വീടിന്റെ ജനാല ചില്ലുകൾ പൊട്ടുകയും ബൾബ് ഉരുകുകയും ചെയ്തിട്ടുണ്ട്. രാജേഷിന്റെ വീട്ടിലേക്ക് ഗതാഗത സൗകര്യമില്ലാത്തതിനാൽ സമീപത്തെ വീടിന്റെ മുറ്റത്താണ് ഓട്ടോ പാർക്ക് ചെയ്യുന്നത്. ശബ്ദം കേട്ടുണർന്ന വീട്ടമ്മയാണ് രാജേഷിനെ വിവരമറിയിച്ചത്. ഓട്ടോറിക്ഷ പൂർണ്ണമായി കത്തി നശിച്ചു. നനയാതിരിക്കാനായി വലിച്ചുകെട്ടിയിരുന്ന ടാർപ്പായയും കത്തി നശിച്ച നിലയിലാണ്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 ഇടുക്കി. അയർലൻഡിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന മലയാളി കുടുംബത്തിൻ്റെ ബാഗേജിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി പരാതി. അയർലൻഡിൻ്റെ വാട്ടർഫോർഡിൽ താമസിക്കുന്ന കൊല്ലം കുളക്കട സ്വദേശി ബിജോയ്, ഭാര്യ ഷീന, മകൻ ഡെറിക് എന്നിവരുടെ നാട്ടിലേക്കുള്ള യാത്രയിലാണ് ബാഗേജ് നഷ്ടമായത്. കുടുംബം ഇൻഡിഗോ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഒന്നുമില്ല.
മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയടക്കം നഷ്ടമായതായി കുടുംബം പറയുന്നു. സംഭവത്തിൽ കേരള പോലീസിലും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ജൂലൈ 23-നാണ് ബിജോയും കുടുംബവും അയർലൻഡിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്തത്. ഇൻഡിഗോ വിമാനത്തിൽ മുംബൈ വഴിയാണ് ഇവർ കൊച്ചിയിലെത്തിയത്. ഡബ്ലിനിൽ നിന്ന് 4 ബാഗുകളുമായി യാത്ര തുടങ്ങി. എന്നാൽ കുടുംബം മുംബൈയിലെത്തിയപ്പോൾ അവർക്ക് 3 ബാഗുകളാണ് തിരികെ ലഭിച്ചത്. പെട്ടി നഷ്ടമായ വിവരവും രേഖകളും അടക്കം ബിജോയി വിമാന കമ്പനി അധികൃതർക്ക് പരാതി നൽകി. ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 2-ന് ഇൻഡിഗോ പ്രതിനിധികൾ ഇവരുടെ നഷ്ടമായ ബാഗേജ് എത്തിച്ചു നൽകി. എന്നാൽ പെട്ടി തുറന്നപ്പോഴാണ് സാധനങ്ങൾ നഷ്ടമായ വിവരം അറിയുന്നത്. അവിടെ വെച്ച് തന്നെ നമ്മൾ ബാഗേജ് കിട്ടിയില്ല. നമ്മുടെ അന്നേരം ബാഗേജ് സ്ലിപ്പ് സഹിതം ഓരോ പെട്ടിക്കും നമുക്ക് ബാഗേജ് സ്ലിപ്പ് കിട്ടും. അതിൽ 28 കിലോ ഉള്ള ബാഗേജ് സ്ലിപ്പുള്ള പെട്ടിയായിരുന്നു നമുക്ക് മിസ്സായത്. അപ്പോൾ തന്നെ നമ്മളവിടെ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്തു. 28 കിലോ ഉള്ള ഒരു ബാഗേജ് പോയതുമ്പോൾ അവരത് എഴുതി വാങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾക്ക് പിറ്റേ ദിവസത്തെ അടുത്ത ഫ്ലൈറ്റിനകത്ത് സാധനം വരും. പ്രാവശ്യം വന്നോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ചെക്ക് ചെയ്തിട്ട് അടുത്ത ഫ്ലൈറ്റിന് തന്നെ നിങ്ങൾ പിറ്റേ ദിവസം തന്നെ നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്യുമെന്ന് ഉറപ്പ് തന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് മടങ്ങി നമ്മുടെ കേരളത്തിലേക്ക് കൊച്ചിയിലായിരുന്നു വന്നത്. കൊച്ചിയിലേക്ക് വന്നിട്ട് വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. 28 കിലോ തൂക്കമുണ്ടായിരുന്ന പെട്ടിയിൽ അവശേഷിച്ചത് 15 കിലോ മാത്രം. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, വിലയേറിയ ഷൂസ്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയടക്കം നഷ്ടമായതായും കുടുംബം പറയുന്നു. ബാഗിൽ ആക്ച്വലി ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ മൊബൈൽ ഫോൺസ് ഉണ്ടായിരുന്നു, പിന്നെ മെഡിക്കേഷൻ അടക്കം, പിന്നെ സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു കൊച്ചിൻ്റെ, പിന്നെ ന്യൂ ആയിട്ടുള്ള ക്ലോത്ത്സ് ഉണ്ടായിരുന്നു, ഷൂസ്, വിലപിടിപ്പുള്ള നൈക്കി ഷൂസ് ഉണ്ടായിരുന്നു, എല്ലാം ഏതായിട്ടും ഗ്ലൂക്കോമീറ്റർ ഉണ്ടായിരുന്നു, മെഡിക്കേഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ മെഡിക്കേഷനും കൊച്ചിൻ്റെ മെഡിസിനും ഒക്കെ നമ്മൾ ബാഗേജിലായിരുന്നു വെച്ചിരുന്നത്, അതുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ന്യൂ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് എല്ലാ സാധനങ്ങളും നമുക്ക് മിസ്സായിപ്പോയി. നാട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ ഈ പെട്ടിക്കാണെങ്കിൽ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. പപ്പയ്ക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ പെട്ടി ഇങ്ങോട്ട് വന്നപ്പം ഡ്രൈവർ ഇച്ചിരി ഈ സംശയം ഉണ്ടായിരുന്നു, ഈസിലി എങ്ങനെ എടുക്കുന്നത്, ഇത്രയും വെയിറ്റ് ഉണ്ടത്. പിന്നെ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമ്മുടെ എല്ലാം പോയി, നമ്മുടെ എസെൻഷ്യൽ ഐറ്റംസ്. കേരള പോലീസിലും ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. പെട്ടിയിലുള്ള സാധനങ്ങൾ എങ്ങനെ നഷ്ടമായെന്ന ചോദ്യത്തിന് ഇൻഡിഗോ അധികൃതർ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. അന്വേഷണം കാര്യക്ഷമമായി മുമ്പോട്ട് പോകുന്നുണ്ടെന്നാണ് മറുപടി. നഷ്ടമായ വസ്തുക്കളോ അതിനു തുല്യമായ നഷ്ടപരിഹാരമോ ലഭിക്കണമെന്നാണ് ബിജോയ് ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും ഡ്രൈവർമാരുടെ അശ്രദ്ധയും വഴിയാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാണ്. പൊതുനിരത്തുകളിൽ ഇങ്ങനെ നിരവധി പേരുടെ ജീവനാണ് ഓരോ ദിവസവും പൊലിയുന്നത്. കാസർഗോഡ് ചെറുവത്തൂരിൽ ബസ് ഡ്രൈവറുടെ അനാസ്ഥയാണ് വയോധികയുടെ ജീവനെടുത്തത്. ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെ നടന്നു പോകുകയായിരുന്ന ഗൗരിയെ സ്വകാര്യ ബസ് ഇടിച്ചിടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇതോടെ ചന്ദേര സ്വദേശിയായ ഡ്രൈവർ അനൂപിനെതിരെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. ചെറുവത്തൂർ വെങ്ങാട്ടെ KV ഗൗരിയാണ് ബസ്സിടിച്ചു മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെ നടന്നു പോവുകയായിരുന്ന ഗൗരിയെ സ്റ്റാൻഡിലേക്ക് കയറി വരികയായിരുന്ന സ്വകാര്യ ബസ് ഇടിച്ചിടുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്ന വ്യാപകമായ ആരോപണം ഉയർന്നിരുന്നു. സാവധാനം നടന്നു പോവുകയായിരുന്നിട്ടും കാൽനട യാത്രക്കാരിയെ ശ്രദ്ധിക്കാതെയാണ് സ്റ്റാൻഡിനകത്തേക്ക് ബസ് പ്രവേശിച്ചത്. ബസ്സിനടിയിൽപ്പെട്ട ഗൗരിയെ നാട്ടുകാർ ഉടൻ തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് പോലീസ് കേസെടുത്തത്. സായ ബസ് ഡ്രൈവർ ചന്ദേര സ്വദേശി അനൂപിനെതിരെയാണ് കേസ്. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് ഫറൂഖിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പോക്സോ കേസ് പ്രതി രക്ഷപ്പെട്ടു. ഇതര സംസ്ഥാന തൊഴിലാളിയായ പ്രസഞ്ജിത്താണ് ചാടിപ്പോയത്. പാലക്കാട് നെന്മാറയിൽ 12 വയസ്സുകാരിയോട് ലൈംഗിക അതിക്രമം കാണിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ.
24-കാരനായ സൻസാറാണ് അറസ്റ്റിലായത്. കോഴിക്കോട് നഗരത്തിൽ റെയിൽവേ ട്രാക്കിൽ അപകടകരമായ രീതിയിൽ വിദ്യാർത്ഥികളുടെ റീൽസ് ചിത്രീകരണം. കോഴിക്കോട് CH ഫ്ലൈ ഓവറിന് താഴെയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ റെയിൽവേ ട്രാക്കിൽ റീൽസ് ചിത്രീകരിച്ചത്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് രാജസ്ഥാനിൽ DRDO ഗസ്റ്റ് ഹൌസ് മാനേജർ അറസ്റ്റിൽ. ജയ്സാൽമേർ ചന്ദൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലെ ഗസ്റ്റ് ഹൌസിൽ ജോലി ചെയ്യുന്ന ഉത്തരാഖണ്ഡ് സ്വദേശി മഹേന്ദ്ര പ്രസാദാണ് അറസ്റ്റിലായത്. രഞ്ജിനി, നീ മടങ്ങി വരണം. സാമ്പത്തിക ബാധ്യതകളെ എങ്ങനെയെങ്കിലും നമുക്ക് തീർക്കാം. കായംകുളം സ്വദേശി വിനോദ് ഇങ്ങനെ കരഞ്ഞു പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്ന ഭാര്യ രഞ്ജിനി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. പോലീസ് യുവതിയെ കണ്ടെത്താൻ അന്വേഷണം നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചതുമില്ല. ഭാര്യയെപ്പറ്റി 2 മാസമായിട്ടും വിവരം ലഭിക്കാതായതോടെ ഭർത്താവ് വിനോദ് ഒടുവിൽ ജീവനൊടുക്കി. കഴിഞ്ഞ ജൂൺ 11-നാണ് കുടുംബശ്രീയിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഭർത്താവിനെയും 2 മക്കളെയും തനിച്ചാക്കി രഞ്ജിനി നാടുവിട്ടത്. വിനോദിൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ കണ്ണൂരിൽ നിന്ന് കണ്ടെത്തി. അവിടെ ഒരു വീട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിനി. സാമ്പത്തിക ബാധ്യതയും കുടുംബ പ്രശ്നങ്ങളും കാരണം ആത്മഹത്യ ചെയ്യുന്നവരും വീട് വിട്ടു പോകുന്നവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കണം. അവർ അനുഭവിക്കുന്ന സങ്കടവും വേദനയും തിരിച്ചറിഞ്ഞാൽ ഇതുപോലുള്ള കടുങ്കൈ ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കില്ലെന്നേ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.